ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇതിപ്പം എടുത്തു വെച്ചിട്ട് കുറച്ചായ ഒരു വീഡിയോ ആണ്. ഒരു 1 month ഒക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഗാലറി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചു ഇത് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊരു ഡയറി പോലൊക്കെയാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാലും നമുക്കതൊക്കെ കാണാമല്ലോ. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ ഡയറിയിലേക്ക് നമ്മൾ കുറച്ച് നല്ല ഓർമ്മകളോടെ ഫീഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ്റെ കല്യാണ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ കല്യാണങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, കല്യാണ വീഡിയോകളും ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളും ഫാമിലിയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ കുറേ നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ അടിപൊളി കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായം. ഞങ്ങൾ 4 പേരുണ്ട്, പിന്നെ അവർ 2 പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് നടന്നതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങൾ കൂടിക്കഴിയുമ്പോൾ ഓളം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സെയിം പ്രായത്തിലുള്ള. അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ കുറേ കസിൻസ് ഉണ്ട്, നമുക്കിങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടും ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ കിടക്കുന്നോളം വരെ കുറേ ഓർമ്മകൾ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ കുറേ ഓർമ്മകൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ കല്യാണത്തിന് വിളിച്ചപ്പോൾ മുതൽ എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. ഇവൻ കല്യാണം വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്ന്, ദൈവമേ ഉണ്ണിക്കുട്ടൻ കല്യാണം കഴിക്കാറായോ എന്നുള്ളൊരു ചിന്തയാണ്. എൻ്റെ മനസ്സിലാണെങ്കിൽ എനിക്കും പ്രായമാകുന്നില്ല, എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും പ്രായമാകുന്നില്ലെന്നുള്ളൊരു വിചാരമായിരുന്നു. ഇങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വയസ്സ് കൂടുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ. അങ്ങനെ ദാ പൊടിമീശക്കാരനായിരുന്ന ഉണ്ണിക്കുട്ടൻ വലിയ ചേട്ടനായി കല്യാണം കഴിക്കാറൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഗൃഹസ്ഥനാകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആളുടെ ശരിക്കുള്ള പേര് ആകാശ് എന്നാണ്. വൈഫിൻ്റെ പേര് മാളവിക എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി. തെടനാട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. കാര്യം കയ്യൂരിൽ നിന്ന് അച്ഛനും അമ്മയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള കസിൻസിനെയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പെങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ബാഗും പുടവയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂട്ട് കേസിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്കിനും എൻ്റെ മൈൻഡ് സെറ്റ് ഫുള്ള് വീഡിയോയ്ക്ക് പകരം എൻ്റെ ദൈവം ഇത് സൂക്ഷിക്കണമല്ലോ എന്നുള്ളൊരിതിലേക്ക് ആയിപ്പോയി കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ അതിനകത്തായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു കസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ നീ ഒന്ന് വീഡിയോ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവളാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ ദാ നമ്മൾ ചെറുക്കനെ ആനയിച്ച് മാലയൊക്കെ ഇട്ട് കാലൊക്കെ കഴുകി മണ്ഡപത്തിലേക്ക് കയറ്റി ഇരുത്താണ്. ചേട്ടായിനെയും കാണുന്നില്ലായിരുന്നു, പിള്ളേരെയും കാണുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം ഞാൻ സമാധാനിച്ച്, എന്നെ കൂട്ടാതെ ഇവർ പോകത്തില്ലല്ലോ. പിന്നെ പിള്ളേർ ഭയങ്കര മിരിമിരിപ്പ് ഓട്ടമൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നതുകൊണ്ട് ഏട്ടയ്ക്കും എൻ്റെ ഒപ്പം നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഭാഗങ്ങളിലൊന്നും ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേ ഇല്ല. വീട്ടിൽ നിന്ന് വന്ന് അവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി. പിന്നെ ഞങ്ങൾ കാണുന്ന ഫുഡ് കഴിക്കുന്ന ടൈമിങ്ങിലായിരുന്നു കേട്ടോ.
അങ്ങനെ ദാ താലികെട്ട് കഴിഞ്ഞു. മാലയൊക്കെ ഇട്ടു, സിന്ദൂരം തൊടിയിച്ചു, പുടവ കൊടുത്തു, വലം വെച്ചു. അങ്ങനെ ആ ചടങ്ങ് കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പെങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് ആകാശിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുട്ടിക്ക് പ്രഗ്നൻസി ഒക്കെ ആയിരുന്നു, ക്ഷീണ കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ് ആ ചാൻസ് എനിക്ക് കിട്ടിയത്. അപ്പം എന്തായാലും അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഭയങ്കര അനിയത്തിയുടെ കല്യാണം നടക്കുന്ന അതേ ഒരു ഫീലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയത് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അയ്യോ, അങ്ങനെ ഉണ്ണി കല്യാണമൊക്കെ കഴിഞ്ഞു. ദൈവമേ, എന്റെ മനസ്സിലിങ്ങനെ ടയറൊക്കെ കിട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു മുഖമാണ് കേട്ടോ. ഓ, എന്തൊരു രസമായിരുന്നു സമയമൊക്കെ. ഞങ്ങൾ മാങ്ങാപ്പഴം പെറുക്കാൻ പോകുമായിരുന്നു, തോട്ടിച്ചാടാൻ പോകുമായിരുന്നു. പൊട്ടിച്ചാടുമ്പോഴൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കലക്കിയിട്ട് ഞങ്ങൾ വെള്ളം തെളിയുന്ന വരെ 1, 2, 3, 4, 100 വരെ എന്നെ ഇപ്പൊ തെളിയും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ ഇങ്ങനെ തോട്ടി കുളിക്കാനൊക്കെ പോകുമ്പോൾ അലക്കി തുണിയൊക്കെ വിരിക്കുമ്പോൾ അതെടുത്ത് ഒളിപ്പിച്ചു വെക്കുക, അങ്ങനത്തെയൊക്കെ രസകരമായ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പുളി പെറുക്കാൻ പോക്ക്, മാങ്ങാപ്പഴം പെറുക്കാൻ പോക്ക്, ആടിനെ തീറ്റാൻ പോക്ക്, രസമായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ആളാണിത്, ഉണ്ണിയുടെ അനിയൻ കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നു. എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം ഒരു ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് സാരി മാറ്റുന്ന സമയത്താകുമ്പോഴത്തേക്കും വിചാരിച്ചിട്ട് വേഗം പോയി ഫുഡ് കഴിച്ചു. ആ സമയത്താണ് ഞാൻ ഏട്ടനെ കണ്ടുപിടിച്ചിരുന്നത്. ഞങ്ങൾ അവിടെ പോയി സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. ഈ ഫുഡ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് തൃപ്തികരമായിട്ട് കഴിക്കാൻ പറ്റും. സാധാരണ ഞാൻ ഈ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ സാരി ഉടുക്കുവാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും വയറൊക്കെ വളരെ നമുക്കൊരു ആ ഫുഡ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ സാരി അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല സുഖമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അട്ടപ്രഥമനും പഴമൊക്കെ കുഴച്ച് പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് അതും കഴിച്ച്. കുഞ്ഞാപ്പി ഞങ്ങളുടെ കൂടെ ഇരുന്നു കേട്ടോ. അബി അമ്മയുടെയും അച്ഛയുടെയും ഉമ്മയുടെയും ജ്യോതിരൊക്കെ കൂടി ഇരുന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേഗം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. കുറെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നേ. ആ സമയത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേറെ പോയി ഫോട്ടോസും എടുത്തു. അപ്പോഴത്തേക്കിനും പിന്നെ അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയത്ത് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം കാണുമ്പോൾ മനസ്സിലാകും അതേതാ റീലെന്ന്. അങ്ങനെ അവർ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാനും പിന്നെ വേറെ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ സാരിയൊക്കെ ഒന്ന് മാറ്റി പിടിപ്പിക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോഷൂട്ട് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സമയത്തിന് കയറണം. ഇവിടെ ഒന്ന് ഫ്രണ്ടിലേക്ക് കുറച്ച് കയറുന്നേ, കയറിക്ക അതോട്ട് അത് മഴ കയറുന്നേ. ഇവിടെ ഇറങ്ങിയെന്ന് ഒരു മിനിറ്റ് പറയാം കുറച്ച് ഇറങ്ങിയെന്നേ. ഒരു മിനിറ്റ് പറയാട്ടാ. ഇവിടെ കുറച്ച് ബാക്ക് ഇറങ്ങി അങ്ങോട്ട് കയറുന്നടാ. മഴ അടുത്തിക്കുന്നു, ഫ്രണ്ടിലേക്ക് കയറുന്നു കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നേ. മഴ ഇങ്ങോട്ട് അങ്ങോട്ട് നീങ്ങുന്നു. പറയാട്ടാ. കൊടുത്തോളൂ. ഒരു മിനിറ്റ് പറയാട്ടാ. നിങ്ങളെ പിടിച്ചോട്ടോ, പിടിച്ചോ. ആടും പഴവും പഞ്ചസാരയും
അങ്ങനെ വീട്ടിലെത്തി വിളക്കൊക്കെ കൊടുത്ത് കയറ്റി മധുരം വെപ്പാണേ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഉടനെ പോകാം, പിള്ളേരൊക്കെ മടുക്കുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. അവിടെ വന്ന് എല്ലാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ വർത്താനം പറഞ്ഞിരുന്നിരുന്ന് റിസപ്ഷൻ വരെ എത്തി കേട്ടോ. അതുകൊണ്ട് ഞാൻ റിസപ്ഷന് ഡ്രസ് ചേഞ്ച് ഒന്നുമില്ല, അതേ കോസ്റ്റ്യൂമിലാണ്. റിസപ്ഷന്റെ കുറച്ച് മൊമെന്റ്സ് കൂടെ കാണാം കേട്ടോ. ഏപ്രിൽ 19. ഏപ്രിൽ 19 ഇനി ഉണ്ണി മറക്കത്തില്ല. ഏപ്രിൽ 19 കേട്ടോ. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ ബർത്ത് ഡേറ്റ് എന്നാണ്? ജൂലൈ 25. പെർഫെക്ഷൻ. താങ്ക് യു. അഗ്നിസാക്ഷിയായി താലി ചാർത്തിൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാനാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിലകും നിനവ് അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. എൻ ജീവതാളമേ പ്രണയിയോ നീലരാവിലിൻ സ്നേഹവീതിയിൽ തോഴി തോഴിയായി വാ പ്രിയമയേ അന്നൊരിക്കലെന്റെ എനിക്കറിയുന്നില്ല. ഐ ലവ് യു. ആദ്യത്തെ തന്നെ ഫ്ലാറ്റ് അങ്ങനെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഇറങ്ങിയതല്ലേ, പിള്ളേർ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇപ്പം വേഗം പോകാനുള്ള പരിപാടിയിലാണ്. എന്നാലും ഇരുന്നിരുന്ന് ഞങ്ങൾ 11 മണി വരെയൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് പതുക്കെ. അങ്ങനെ കല്യാണം അടിപൊളിയായിട്ട് തകർത്ത് ആഘോഷിച്ചു. അങ്ങനെ നമ്മുടെ ഓർമ്മകൾ പോലെ സുന്ദരമാകട്ടെ, രണ്ടുപേരുടെയും ലൈഫ് അടിപൊളിയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു.